ഇന്ന് നമ്മൾ അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഉണ്ടാ നല്ല ടേസ്റ്റോട് കൂടിയുള്ള അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പം നമ്മൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പം നമുക്ക് നല്ല കുറുകിയ ഒരു കറിയാണ്. അപ്പോൾ കറിയിലേക്ക് പോവാം. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ ഇച്ചിരിയൊന്നും അല്ല, കുറച്ച് ഏറെ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി അതുപോലെ തന്നെ 2-3 പച്ചമുളകും കൂടി എടുത്തേക്കുന്നത്. അത് ഞാൻ അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ വെച്ചു. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് കൊഴുപ്പൊന്നും വേണ്ടല്ല എന്ന് വെച്ചിട്ടാണ് കുറച്ച് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഒഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങൾ ഇട്ട് കൊടുത്തു. ഒത്തിരി അങ്ങ് ചെറുതാക്കി അരിഞ്ഞില്ല, ഒരുമാതിരി ഒന്നിച്ചാൽ നമ്മൾ കൂണാണ് കറി വെക്കുന്നത്. ആ കൂണിൻ്റെ കൂട്ടത്തിൽ ഒന്ന് അതിൻ്റെ പാകത്തിനൊക്കെ കിട്ടുന്ന രീതിയിൽ ചെറിയൊരു ഇതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ അവിടെ ഇരുന്ന് വേകട്ടെ. വേകുന്നതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് വിശേഷങ്ങളും കൂടി ആയാലോ. വിശേഷങ്ങൾ പറയുമ്പോൾ ഞാനിതൊന്നും മറന്നു പോകത്തില്ല കേട്ടോ. വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പോൾ ഇത് ഞാൻ വെള്ളത്തിൽ അരിഞ്ഞിട്ടേക്കുവാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ ഇട്ട് അതിൻ്റെ വിഷം ഉണ്ടെങ്കിൽ പോയും കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ വാങ്ങിച്ചതാണ്, പക്ഷേ വിഷം ഉണ്ടോയെന്നൊന്നും തോന്നുന്നില്ല. ചിലവരിങ്ങനെയൊക്കെ കറി വെക്കുന്ന കാണാമല്ലോ പെട്ടെന്ന്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് എടുക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേറൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്, നമുക്ക് ഒരുപാട് കൂട്ടുകാരും അങ്ങനെയുള്ള പരിചയമുള്ളവരും ഒക്കെ നമുക്ക് കാണും. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കാര്യം കാണാനുള്ളവർ ഒരുപാട് സ്നേഹത്തോടെ അയ്യോ ചക്കരയെ പൊന്നെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നമ്മളെ കാര്യം കാണും. പക്ഷേ നമ്മളെ കൊണ്ടുള്ള കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം കാണാനുണ്ടെങ്കിൽ തരം വിളിക്കും ചിലവർ. പക്ഷേ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ഇന്ന ഒരാളെ അറിയത്തുമില്ല, കേട്ടിട്ടുമില്ല, അങ്ങനത്തെ ഒരു പരിചയമേ ഇല്ലെന്നുള്ളൊരു രീതിയിൽ നിൽക്കണം ഒരുപാട് മനുഷ്യർ എനിക്ക് പരിചയമുണ്ട് കേട്ടോ. അങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ. നല്ല സ്നേഹത്തോടെ പെരുമാറുന്നവരും നമ്മളെ കണ്ടില്ലേ വിളിക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ട്. പക്ഷേ എന്നാലും കൂടുതലും ആൾക്കാർ ഇപ്പോഴത്തെ കാലഘട്ടം കൊണ്ടാണെന്ന് തോന്നുന്നു ഇതുപോലെയാണ് മനുഷ്യരോട് പെരുമാറുന്നത്. കാര്യം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. അത് കേൾക്കുമ്പോഴും ആ വിളി കേൾക്കുമ്പോഴും നമുക്കറിയാം എന്തോ കാര്യം സാധിക്കാനുണ്ട്. അതുവരെ വിളിക്കാത്തവരായിരിക്കും. എന്ത് കാര്യം അറിഞ്ഞാലും വിളിക്കാത്തവരായിരിക്കും. പെട്ടെന്ന് അയ്യോ ഇന്ന പോലെയല്ല, അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അതൊക്കെ ആരും വിശ്വസിക്കരുത് കേട്ടോ. എല്ലാവരും അളന്ന് തൂക്കി വേണം നമ്മൾ പെരുമാറാനായിട്ട്. കാര്യം അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, വേറൊന്നുമല്ല. എല്ലാവർക്കും കാണും അനുഭവമൊക്കെ. അപ്പം ഞാൻ ഇതിലേക്കിട്ട സാധനമൊക്കെ കണ്ടല്ലോ. നമ്മുടെ കറിയുടെ മറന്നു പോരുത്. മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഒരു ലേശം വെളിച്ചെണ്ണ കുറവ് വന്നതുകൊണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ അതും കുറവായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഫ്രണ്ട്സായാലും അറിയാവുന്നവരായാലും ആരായാലും നമ്മൾ അടുക്കുന്നത് ഒരു പരിധി വിട്ട് അങ്ങോട്ട് അടുക്കാതിരിക്കുക. കാര്യം ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പരിധി വിട്ട് അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ സഹായിക്കുന്നവരും കാണും, സഹായിക്കാത്തവരും കാണും. പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കുത്തുന്നവർ എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ കൂടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നമ്മളെ കുത്തുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ സൂക്ഷിച്ചും കണ്ടും അടുപ്പിക്കുകയും അകറ്റുന്നതും അതുപോലെ തന്നെ സൂക്ഷിച്ച് വേണം, അടുപ്പിക്കുന്നതും അതുപോലെ തന്നെ സൂക്ഷിച്ച് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞും കേട്ടൊക്കെ ജീവിച്ചാലേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അതൊന്ന് പറയാനായിട്ടാണ് ഞാൻ ഇത്രയും ഒരു വളഞ്ഞ് കെട്ടി വന്നത്. നിങ്ങൾ ചോദിച്ചില്ലേ, ഓർത്ത് കാണല്ലേ എന്തിനാ ഇത്രയും വളച്ച് കെട്ടിക്കൊണ്ടുവരുന്നതെന്ന്? വളച്ച് കെട്ടിക്കൊണ്ടുവരുന്നതല്ല കേട്ടോ, അങ്ങനെ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. കണ്ടോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരു ലേശം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം നമുക്ക്. അപ്പോൾ അത് ഞാൻ ഇവിടെ റെഡിയാക്കാൻ പോവാണ്. ഇത് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് ഒത്തിരി ഇളക്കാതിരിക്കാൻ പറ്റത്തില്ല, അടി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊണ്ടിരുന്നത്. കണ്ട തേങ്ങ ഒരു ചെറിയ മുറിയുടെ തേങ്ങാപ്പാൽ, വെള്ളം ചേർത്തിട്ടില്ല തേങ്ങാപ്പാലിന് കേട്ടോ. അതാണ് അത്രയും കട്ടിക്കിരിക്കുന്നത്.
അതും കൂടെ ഒഴിച്ചു കൊടുത്തു. അനുസരണയില്ലാത്ത ചട്ടിയാണേ, അതുകൊണ്ട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു കയ്യിൽ മൊബൈൽ, ഒരു കൈ കൊണ്ട് പരിപാടി. അപ്പോൾ ഇത്രയൊക്കെയല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയുള്ള കറിയാണിത്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒരു കമൻറ്റ്. പിന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബും കൂടെ ചെയ്ത് സഹായിക്കണം. കൂണ് പക്ഷേ നമുക്ക് പറമ്പിൽ നിന്നൊക്കെ വല്ലപ്പോഴും വല്ലയിടത്തു നിന്നൊക്കെ കിട്ടുന്നതായിരുന്നു. ഈ പ്രാവശ്യം അതൊന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്.